ഹായ് ഫ്രണ്ട്സ്, ഞാൻ കുറേ ദിവസമായി ലോങ് വീഡിയോ ഒന്നും ഇടാത്തത്. കുറച്ച് തിരക്കായിപ്പോയി. ഏതായാലും ഇന്ന് രാവിലെ എൻ്റെ പണികളെല്ലാം വേഗം റെഡിയാക്കി, ഉച്ചക്കുള്ള ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കി. ഏതായാലും ഇന്ന് വീടിൻ്റെ ഉള്ളിൻ്റെ വശങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ജനലെല്ലാം ഭയങ്കര പൊടികളെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടിച്ചു വാരി തുടക്കണം. പിന്നെ തുടക്കാതെ 2-3 ദിവസമായി. എല്ലാം റൂമെല്ലാം തുടക്കണം. 2 ബെഡ്റൂമാണ് ഉള്ളത്. പിന്നെ ഹാളും ഡൈനിങ്ങും അടുക്കളയും, അങ്ങനെ കുറച്ച് സ്ഥലമാണ്. ചെറിയ വീടാണ്. അതെല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് രാവിലെ പണി തുടങ്ങി. കുറേ വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. ജനലും വാതിലും എല്ലാം പൊടിയാണ്. തുടച്ചാലും ഈ ചെലന്തികളെല്ലാം വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഓരോ വശം അടിച്ചു വാരി ജനലെല്ലാം തുണി കൊണ്ട് തുടച്ചെടുത്തിട്ടുണ്ട്. നല്ല പൊടിയാണ്. തുടച്ചാലൊന്നും വൃത്തിയാവുന്നേ ഇല്ല. ഒന്നാമത് മഴ മാറിയ പിന്നെ ഭയങ്കര പൊടി പാറുന്നുണ്ട്. അങ്ങനെ ഓരോന്നെടുത്തെടുത്ത് സമയം കുറേയായി. പിന്നെ ഡോറിനെല്ലാം ഒരുപാട് കച്ചറ ഉണ്ടായിരുന്നു. അവിടെ ചിലന്തി കൂട് കെട്ടിയിട്ടുണ്ട്. അതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഞാൻ. പിന്നെ അകമൊക്കെ ഒന്ന് അടിച്ചു വാരണം. പിന്നെ കുറച്ച് ചെടിയുണ്ട് ഉള്ളിലെല്ലാം. ആ ചെടികളെല്ലാം അതിൻ്റെ ഇലകളെല്ലാം മഞ്ഞായിട്ടുണ്ടായിരുന്നു. അത് ഈ കാലാവസ്ഥ ഉണ്ടോ, നല്ലൊരു ഇലകൾക്കെല്ലാം മഞ്ഞ കട വന്നിട്ടുണ്ട്. അതിൻ്റെ മോശമായ ഭാഗങ്ങൾ ഞാൻ മുറിച്ച് കളഞ്ഞ് വൃത്തിയാക്കി. പിന്നെ ഇടിപ്പടി മുകളിൽ കയറി അടിക്കാനുണ്ട്. അതുകൊണ്ട് അടിച്ചു വാരി. പിന്നെ റൂമിലും കുറച്ച് കച്ചറയുണ്ട്. സിറ്റ് ഔട്ടിലും എല്ലാം കുറച്ച് കച്ചറെല്ലാം കിടക്കുന്നുണ്ട്. അവിടെ ജനലിൽ നല്ല ഒരുപാട് കച്ചറയുണ്ട്. അങ്ങനെ സ്റ്റെപ്പും അടിച്ചു വാരി. പിന്നെ റൂമിൽ കുറച്ച് മേശപ്പുറത്ത് കുറച്ച് ഗുളികേൻ്റെ കവറും അതും ഇതെല്ലാം കിടക്കുന്നുണ്ട്. അതെല്ലാം പറക്കി ഒതുക്കി വെച്ച് സ്റ്റഡി ടേബിളെല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റഡി ടേബിളെല്ലാം വൃത്തിയാക്കി. അവിടെയും കുറച്ച് ചെടികളുണ്ട്. ആ ചെടീൻ്റെ വശങ്ങളെല്ലാം ഒന്ന് മുറിച്ച്, മോശവശങ്ങളെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ട്. കുറേ ദിവസമായി അവിടെ നിന്ന് വൃത്തിയാക്കിയിട്ട്. അതുപോലെ സിറ്റ് ഔട്ടിലും ഒരുപാട് ചെടിയുള്ളതുകൊണ്ട് അതിൻ്റെ അടിയിലെല്ലാം ഒരുപാട് മണ്ണ് കിടക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അകത്തോട്ട് കയറി അടുക്കളയിലും ഡൈനിങ് ടേബിളിലും കുറച്ച് വൃത്തിയാക്കി. അങ്ങനെ ഓരോ പണികൾ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ അടുക്കളയിൽ അതുപോലെ കുറച്ച് കച്ചറയെല്ലാം ഉണ്ടായിരുന്നു. ചെയ്യേണ്ട ദിവസം, എന്നാലും അമ്മ തട്ടിക്കൂട്ടിയുള്ള പണിയാണ്. ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. അങ്ങനെയെല്ലാമാണ്. അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി ഏകദേശം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ടേബിളിൻ്റെ മുകളിലും റൂമിൽ ഒരു കണ്ണാടി ഉണ്ട്. അതിനകത്ത് കുറച്ച് ബ്യൂട്ടീഷ്യൻ സാധനങ്ങളെല്ലാം കിടക്കുന്നുണ്ട്. അതെല്ലാം ഉടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൂജാമുറിയിലും ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതും വൃത്തിയാക്കി. പിന്നെ മുകളിലത്തെ കർട്ടൻ വളരെ മോശമായിരുന്നു. അതിൻ്റെ കർട്ടൻ ഒന്ന് മാറ്റാനുണ്ട്. കർട്ടൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ തുണിയെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് വാഷിംഗ് മെഷീനിൽ തുണിയിട്ടിട്ട് ഓർമ്മ വന്നത്. അങ്ങനെ അതും എടുത്ത് മാറ്റി. പിന്നെ തുടക്കാൻ തുടങ്ങി. കുറേ തുടക്കാനുണ്ട്. അങ്ങനെ തുടച്ചെല്ലാം വൃത്തിയാക്കി നിലം നല്ല ക്ലീനായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ അടുക്കളയിലാണ് തുടച്ചത്. ചെറിയ അടുക്കളയാണ്. കുറച്ച് കച്ചറെല്ലാം അടയിലുണ്ടായിരുന്നു. അതെല്ലാം തുടക്കാൻ. പിന്നെ ഞാൻ വാഷിംഗ് മെഷീൻ തുണിയൊന്നും കഴുകി ഉണക്കാൻ ഇടാൻ വേണ്ടിയിട്ടുള്ള പണിയിലായിരുന്നു. അത് ഓട്ടോമാറ്റിക് ആയിരുന്നില്ല, സാധാ വാഷിംഗ് മെഷീൻ ആയിരുന്നു അത്. അതും മാറ്റി വിട്ടിട്ട് ലാസ്റ്റ് ഞാൻ സിറ്റ് ഔട്ടിലേക്കാണ് കഴിഞ്ഞത്. സിറ്റ് ഔട്ടിലും കുറച്ച് തുടക്കാനുണ്ട്. സിറ്റ് ഔട്ടിലും തുടച്ച്. പിന്നെ അടുക്കളത്തെ ജനലിൻ്റെ കർട്ടൻ വളരെ മോശമായിരുന്നു. അത് ഞാൻ അതെല്ലാം മാറ്റി വേറെ കർട്ടനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോഴാണ് ചേച്ചിയുടെ മോള് അവിടെ നമ്മുടെ അമ്പലത്തിൽ പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കുറച്ച് പായസം കൊണ്ടുവന്നു. അപ്പോൾ നമുക്കത് തന്നു. അങ്ങനെ അത് കുടിച്ച ശേഷം നമ്മൾ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാണ്ട് പിന്നെ ബെഡ്ഷീറ്റ് മാറ്റി കൊടുത്തു. 2 റൂമിലത്തെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടുണ്ട്. ഏകദേശം മൊത്തം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് വാഷിംഗ് മെഷീനിൽ തുണിയെല്ലാം മാറ്റി കൊണ്ട് വെയിലത്ത് ഉണക്കാനിട്ടു. അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റൂമിലെല്ലാം റൂം ഫ്രഷ്നറൊക്കെ അടിച്ച് കൊടുത്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.